യഥാർത്ഥത്തിൽ മുടിയുടെ നിറം വെളുപ്പാണ്. അതിന് നിറം ലഭിക്കുന്നത് മെലാനോസൈറ്റ് എന്ന പ്രത്യേക കോശങ്ങളിലൂടെ മെലാനിൻ അവയിലെത്തുന്നതിനാലാണ്. ഈ കോശങ്ങൾ മുടിയുടെ ഫോളിക്കിളുകളിൽ മെലാനിൻ പമ്പ് ചെയ്യുന്നു. അതനുസരിച്ച് മുടിക്ക് നിറം ലഭിക്കും. വ്യത്യസ്ത അനുപാതത്തിലും ഉൽപാദനത്തിലും മെലാനിൻ പമ്പ് ചെയ്യപ്പെടുന്നതിനാലാണ് പല വർഗ്ഗങ്ങളിലും മുടിയിഴകൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത്. പ്രധാനമായും നമ്മുടെ ജീനുകളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മെലാനിന്റെ അളവും ഏത് മെലാനിൻ വിഭാഗമാണെന്നും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ജനിക്കുന്നതിന് മുൻപ് തന്നെ മെലാനോസൈറ്റുകളുടെ ഉൽപാദനം തുടങ്ങുന്നു. ഇവയുടെ പ്രവർത്തനം പ്രായമാകുന്നതിനനുസരിച്ച് കുറഞ്ഞു തുടങ്ങും. സാധാരണയായി 30 വയസ്സ് കഴിഞ്ഞാൽ ഓരോ 10 വർഷം കഴിയുമ്പോഴും ഇവയുടെ പ്രവർത്തനം ഏകദേശം 10 മുതൽ 20% വരെ കുറയുന്നു. ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് നമ്മുടെ മുടിയിലെ ഫോളിക്കിളുകളിൽ ഒരു മെലനോജനിക് ക്ലോക്ക് പ്രവർത്തിക്കുന്നുവെന്നാണ്. ഈ ക്ലോക്കാണ് കാലാനുസൃതമായി ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. നരബാധിച്ച മുടിയിൽ മെലാനിന്റെ കുറവോ അസാന്നിധ്യമോ ഉണ്ടാകും. ഇത് മെലാനോസൈറ്റുകളുടെ പ്രവർത്തനം നിലയ്ക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്.